Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പറയുന്നത് ശനിദശയെ പറ്റി. കാരണം ഒരുപാട് ആൾക്കാർക്ക് ശനി എന്ന് പറഞ്ഞ പേടിയാണ്. എന്താണ് ഈ ഒരു പ്രശ്നം? കാരണം ചിലർക്ക് ശനി നല്ലതാണ്, ചിലർക്ക് ശനി അഴുക്കാണ്. അപ്പോൾ നമ്മൾ വിശദമായിട്ടുള്ള ഒരു അപഗ്രഥനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശനി ഏതൊക്കെ നാളുകാർക്ക് നല്ലതാണ്, അതുപോലെ ഏതൊക്കെ രാശിക്കാർക്ക് നല്ലതാണ്, ഏതൊക്കെ ലഗ്നം എങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ശനി നിങ്ങൾക്ക് നല്ലതായി വരുന്നത്, അല്ലെന്നൊരു ഏതൊക്കെ ഹൗസുകളിൽ നിൽക്കുമ്പോഴാണ് ശനിയുടെ ഫ്രണ്ട്സ് ഗ്രഹങ്ങൾ ഏത്, ശനിയുടെ ആയിട്ടുള്ള ശത്രു ഗ്രഹങ്ങൾ ഏത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഒരു ചാപ്റ്റർ വൈസ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ ഇതിന്റെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മളിവിടെ ശനിയെ പറ്റി പറയുന്നത്. 27 നാളുകൾക്ക് ആദ്യം എങ്ങനെയൊക്കെ ഏതൊക്കെ നാളുകൾക്ക് എപ്പോഴൊക്കെയാണ് ശനി ബാധിക്കുന്നത്, അതായത് ശനി ദശ തുടങ്ങുന്നത്. ചില ആൾക്കാർക്ക് ശനി ദശ ലേറ്റായിട്ട് തുടങ്ങും, ചിലപ്പോൾ നേരത്തെ തുടങ്ങും. അതേപോലെ ഈ ശനിയുടെ ദശ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ഡിവിഷൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ നമ്മളൊരു ഭാഗത്ത് നാളുകളെ പറ്റി പറയുന്നത് ഏതൊക്കെ നാളുകൾക്ക് ശനി എത്ര വർഷമാണ്. ഇപ്പൊ ശനിക്ക് നല്ല ഇടങ്ങൾ അല്ലെങ്കിൽ നല്ല ഹൗസുകളെ ഏതൊക്കെ ഹൗസാണ് ശനിക്ക് നല്ലതായിട്ട് വരുന്നത്, ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ശനിക്ക് അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ ചെയ്യുന്നത്, അതല്ലെന്നൊരിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. നമ്മളിവിടെ 6 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചേക്കുന്നത്. എന്നാൽ ഒന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് ശനിദശ നിങ്ങൾക്ക് വരുമോ അതോ വരത്തില്ലയോ, അഥവാ വരുവാണെന്നതിൽ എത്രാമത്തെ വയസ്സിലായിരിക്കും ശനിദശ വരുന്നത്. അപ്പൊ അങ്ങനെ 27 നാളുകൾക്കും ശനിദശ എപ്പോൾ വരുമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ശനിദശയെ ആർക്കൊക്കെ ഏതൊക്കെ രാശിയിൽ എങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെന്നൊരിയിൽ ഏതൊക്കെ രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങളുടെ കൂടെ അല്ലെന്നൊരു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശനിദശ പോസിറ്റീവായിട്ടോ നെഗറ്റീവായോ എത്ര രീതിയിൽ അനുകൂലമായിട്ട് വരും, അല്ലെന്നൊരിയിൽ അതിന്റെ ആ സബ് ഡിവിഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല പ്രഡിക്ഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് കൂടാതെ മൂന്നാമത്തെ ഒരു ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചില മൊബൈൽ നമ്പേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, കാരണം പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവുമായിട്ട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഈ ശനി ദശയൊക്കെ മാറുന്ന സമയത്ത് പല ആൾക്കാരെയും ശനി വലിച്ച് താഴെയിടാറുണ്ടെന്നുള്ള ഒരു ആൾക്കാർക്ക് അറിയാം, ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ എല്ലാ ആൾക്കാർക്കും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കാര്യം, കാരണം പ്രത്യേകിച്ച് പണ്ടൊക്കെ മൊബൈൽ നമ്പർ ഇല്ലായിരുന്നു, മൊബൈൽ ന്യൂമറോളജി എന്നുള്ളൊരു സബ്ജക്റ്റും ഇല്ലായിരുന്നു. ഈ ആധുനിക കാലത്ത് ഈ മൊബൈൽ നമ്പറിൻ്റെ അതിപ്രസരം വരിക. അപ്പോൾ അതിപ്രസരം വരുമ്പോൾ നമുക്ക് ഇന്റേണൽ മൊബൈൽ നമ്പറിൻ്റെ കോമ്പിനേഷനകത്ത് ചില നമ്പേഴ്സ് ശനിയുടെ ശത്രുക്കളായിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. ആ ശത്രുക്കളായിട്ടുള്ള നമ്പേഴ്സ് ശനിയുടെ കൂടെ വരിക. അതായത് ഇപ്പോൾ സപ്പോസ് 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്. അങ്ങനെയൊക്കെ ഉള്ള വരുന്ന ആ ഒരു ശനിയുടെ കൂടെ ശത്രുഗ്രഹങ്ങൾ കയറി നിൽക്കുമ്പോൾ ഒരു 3 വർഷത്തിൽ കൂടുതൽ മൊബൈൽ നമ്പറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരും. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ്നെസ്, അല്ലെങ്കിൽ പല രീതിയിലുള്ള അസുഖങ്ങൾ, ഈ പറഞ്ഞ മാതിരി വേറെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശനിയുമായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ശനിദശയൊക്കെ വരുമ്പോഴുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഉള്ള നമ്പേഴ്സൊക്കെ നമ്മൾ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുള്ള 100%. അതുപോലെ നാലാമത് പറയുകയാണെന്നതിൽ ശനി ഏതൊക്കെ രാശികളോട് കൂടി യോഗം ചെയ്ത് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലതെന്നുള്ള ആ കാര്യങ്ങളാണ് നാലാമത്തെ ഭാഗത്തിലെ ഒരു പോർഷൻ വീഡിയോയ്ക്കകത്ത് ശനി ഏതൊക്കെ രാശിയിൽ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഗുണം വരുമെന്നുള്ളതാണ്. അടുത്ത നമുക്ക് 5ാമത്തെ ഒരു പോർഷൻ നോക്കുകയാണെന്നതിൽ 5ാം ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശനി ഏതൊക്കെ രാശികളിൽ നിന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗം അല്ലെ ഏതൊക്കെ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആകുമെന്നും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കാര്യം കൂടാണ് അടുത്ത പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ പരാമർശിച്ചു പോകുന്നുണ്ട്, 7ര ശനി. പല ആൾക്കാർക്കും ഈ 7ര ശനി എന്ന് പറഞ്ഞൊരു പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതും എല്ലാ ആൾക്കാർക്കും അഫക്റ്റ് ചെയ്യണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് 7ര ശനി വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുകയില്ല. കാരണം അതിൻ്റെ അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് നമ്മുടെ അഷ്ടവർഗം എന്നുള്ള തിയറി ഉണ്ട്. അഷ്ടവർഗത്തിനകത്ത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. 7ര ശനി അല്ലെ സാഡേസാത്തി എന്ന് പറഞ്ഞാൽ കർക്കടകൻ രാശിയാണ് ചന്ദ്രന്റെ രാശി. പക്ഷെ അതല്ലാതെ നമ്മുടെ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ബർത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്ന പൊസിഷനും ഇതുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതാണ് ആക്ച്വൽ ഒരു ഓരോ പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ പറ്റി പറയാനാണെന്നതിൽ സാഡേസാത്തി എന്ന് പറയുന്നത് 7ര ശനി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ചന്ദ്രൻ്റെ അടുത്ത് നമ്മുടെ ഈ പറയുന്ന ഗ്രഹങ്ങൾ ചെല്ലും. അപ്പോൾ ശനി എത്തുന്ന ഒരു സമയത്ത് ഒരു 7.5 വർഷം നമുക്ക് പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് പ്രശ്നങ്ങൾ കൊണ്ടുത്തരും.
അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത നമ്മുടെ 6ാമത്തെ ഭാഗമായിട്ട് ഈ ശനിയുടെ ആയിട്ടുള്ള പരിഹാരങ്ങൾ, ശനിയെ എങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവ് ആക്കാമെന്നുള്ള പരിഹാരങ്ങളാണ് ഇവിടെ പറയുന്നത്. വളരെ വിശദമായിട്ട് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ളതും അങ്ങനെ കുറേ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള അങ്ങനെ ഒരു 6 ഭാഗമായിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും. ഇത് തന്നെയല്ല, മലയാളത്തിൽ ഇന്ന് വരെ ഇതേമാതിരി ഒരു വീഡിയോ വന്നിട്ടില്ല. മലയാളത്തിലെന്നല്ല വേറെ ഏതെങ്കിലും ഭാഷകളിൽ വന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും പറയുവാണ്, ഇതിങ്ങനെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ശനിദശ മാറുമ്പോൾ ഏതൊക്കെ നാളുകാർക്ക് എങ്ങനെയൊക്കെ വരുമെന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊക്കെ നോക്കാം. അതിനു മുമ്പ് നമ്മളൊന്നും മനസ്സിലാക്കുക, ശനിദശ നടക്കുന്നത് 19 വർഷമാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ബേസിക്കായിട്ട് 19 വർഷം ശനിയുടേതായിട്ടുള്ള ദശ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ഇതിനകത്ത് മനസ്സിലാക്കുക, ശനിയുടെ ടോട്ടൽ ദൈർഘ്യം എന്ന 29.5 വർഷമാണ് ഒരു കംപ്ലീറ്റ് സോഡിയാക് സൈന്. അതായത് മേടം, ഇടവം, മിഥുനം, കർക്കടകം അങ്ങനെ വന്നിട്ട് കംപ്ലീറ്റ് മീനം വരെയുള്ള 12 രാശികളിൽ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യണം 29.5 വർഷം. അല്ലെങ്കിൽ നമ്മൾ 30 വർഷം എന്ന് അപ്രോക്സിമേറ്റ് കണക്കാക്കാം. അപ്പോൾ ഒരു രാശിയിൽ നമ്മൾ ഈ പറയുന്ന ശനി നിൽക്കുക എന്ന് പറഞ്ഞാൽ 2.5 വർഷമാണ്. അങ്ങനെ 2.5 വർഷമാണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോ 30 വർഷം കൂടുമ്പോഴും ശനി ഒരു റൗണ്ട് പൂർത്തിയാക്കും. അങ്ങനെ 2 റൗണ്ട് ശനി പൂർത്തിയാക്കുന്ന സമയത്ത് മേടൻ രാശിയിൽ ഈ പറയുന്ന വ്യാഴവും ശനിയും കൂടെ സംഗമിക്കാറുണ്ട്. അതാണ് ഒരു മനുഷ്യൻ്റെ ഷഷ്ടിപൂർത്തി. അങ്ങനെ 2 ഷഷ്ടിപൂർത്തി 120 വയസ്സായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും മനുഷ്യന് പല രീതിയിലുള്ള രാശി പരിവർത്തനങ്ങളും പല രീതിയിലുള്ള ഉയർച്ച താഴ്ചകൾ ഇങ്ങനെയൊക്കെ രാശി മാറ്റത്തിൻ്റെ കൂടെ ഒക്കെ സംഭവിക്കും. അതുകൂടാതെ നമ്മുടെ ഈ ദശയിലെ ഇപ്പം സൂര്യദശയാണെന്ന് വരില്ല, ഈ സൂര്യദശയുടെ അന്തർദശ എന്ന് പറയുന്നത് അതിനകത്ത് ഓരോ ഈ പറഞ്ഞ ഇതിനനുസരിച്ചുള്ള ഈ സെയിം ഈ പറഞ്ഞ പാറ്റേണിലെ ദശകൾ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇവിടുത്തെ പല ഓപ്പർച്യൂണിറ്റി ജീവിതത്തിൽ പല രീതിയിലുള്ള ഇപ്പോൾ കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാകുക, അല്ലെന്നൊരു വീട് വെക്കാൻ പറ്റുക, വസ്തു വാങ്ങിക്കാൻ പറ്റുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഏതൊക്കെ രാശികൾക്ക് അല്ല ഏതൊക്കെ നാളുകൾക്ക് ശനിദശ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള ആദ്യം നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മതി ഓരോരോ സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പോകും. മേടൻ രാശി മുതൽ നമുക്കൊന്ന് നോക്കാം. മേടൻ രാശിയിലെ വരുന്ന നക്ഷത്രങ്ങളെ അശ്വതി, ഭരണി, കാർത്തിക. കാർത്തികയുടെ ആദ്യത്തെ ഒരു പാദമാണ്. അപ്പോൾ അശ്വതിക്ക് ഇതിനകത്ത് 80ാമത്തെ വയസ്സിലാണ് ശനിദശ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഭരണിയെ നോക്കിക്കഴിഞ്ഞാൽ 60ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. കാർത്തികയെ നോക്കിക്കഴിഞ്ഞാൽ 55ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. മേടം കഴിഞ്ഞു. ഇനി നമുക്ക് ഇടവൻ രാശി നോക്കാം. ഇടവൻ രാശി നോക്കിക്കഴിഞ്ഞാൽ കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം, രോഹിണി, മകയിരം അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർത്തികയ്ക്ക് 55ാമത്തെ വയസ്സിലാണ് ശനിദശ സ്റ്റാർട്ട് ചെയ്യുന്നത്. രോഹിണിക്ക് ഏകദേശം 45 വയസ്സ് കഴിഞ്ഞിട്ട് 45, 46 ആ ഒരു രീതി വരും. അതുപോലെ മകയിരത്തിന് 37 വയസ്സ് കഴിഞ്ഞു. അതുപോലെ മിഥുന രാശിയെ നോക്കിക്കഴിഞ്ഞാൽ മകയിരത്തിന്റെ ഒടുവിലത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മകയിരത്തിന് 37ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യുന്നു. തിരുവാതിരയ്ക്ക് അതുപോലെ 30ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യുന്നു. പുണർദത്ത് നോക്കിക്കഴിഞ്ഞാൽ 12ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത രാശി നോക്കിക്കഴിഞ്ഞാൽ കർക്കടക രാശിയെ നോക്കിക്കഴിഞ്ഞാൽ പുണർദം, പൂയം, ആയില്യം. പുണർദത്തിന്റെ ഒടുവിലത്തെ ഒരു പാദം, പൂയം, ആയില്യം. ഇവിടെ പുണർദത്തെ നോക്കിക്കഴിഞ്ഞാൽ 12 വയസ്സിലാണ് ശനിദശ സ്റ്റാർട്ട് ചെയ്യുന്നത്. പൂയത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വയസ്സാകുമ്പോഴത്തേന് ശനിദശ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേന് ഒരു 19, 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ഇവർക്ക് ഈ ദശ കഴിയുകയും ചെയ്യും. അതുപോലെ ഇപ്പോൾ ആയില്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ശനിദശ ഇല്ലെന്ന് വേണേൽ പറയാം. കാരണം ഏകദേശം 100 വയസ്സോളം കഴിയുമ്പോഴാണ് ഈ ഒരു ശനിദശ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ മനുഷ്യ ആയുസ് വെച്ച് നോക്കുമ്പോൾ അത് പ്രാക്ടിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശനിദശ വരത്തില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ചിങ്ങൻ രാശിയെ നോക്കിക്കഴിഞ്ഞാൽ മകം, പൂരം, ഉത്രം. മകത്തിന് 80ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യും. പൂരത്തിന് 60ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യും. ഉത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ 55ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യും. അതേമാതിരി കന്നി രാശി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തെ നാളുകൾ ഉത്രം, അത്തം, ചിത്തിര. ഉത്രത്തിന്റെ ഒടുവിലത്തെ 3 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 2 പാദം ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഉത്തരത്തെ നോക്കിക്കഴിഞ്ഞാൽ 55ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യും. അത്തത്തിന് 45ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യും ശനിദശ. ചിത്തിരയ്ക്ക് 37ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത തുലാൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നാളുകൾ ചിത്തിര, ചോതി, വിശാഖം എന്നിവയാണ്. അപ്പൊ ചിത്തിരയുടെ ഒടുവിലത്തെ 2 പാദം, ചോതി, വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങൾ. ചിത്തിരയ്ക്ക് ഇവിടെ 37ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ചോതിക്ക് 30ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യും. വിശാഖത്തിന് 12ാമത്തെ വയസ്സിലും ശനിദശ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത വൃശ്ചിക രാശി നോക്കിക്കഴിഞ്ഞാൽ
വിശാഖത്തിന്റെ ഒടുവിലത്തെ ഒരു പാദം അനിഴം തൃക്കേട്ട എന്നിവയാണ്. അപ്പൊ വിശാഖത്തിന് ഈ പറയുന്ന 12ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യും, അനിഴത്തിന് 14ാമത്തെ വയസ്സിൽ ശനി സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ തൃക്കാട്ടയ്ക്കാണെന്ന രീതിയിൽ പറഞ്ഞ മതി ശനിദശ അത്ര പ്രാബല്യത്തില്ല, അവർക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം ഇത് ലേറ്റായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ആയില്യം നക്ഷത്രത്തിന്റെ കൂട്ട് ഇവർക്കും ശനിദശ ബാധകമല്ല. അടുത്ത ധനുരാശി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തെ നാളുകൾ മൂലം, പൂരാടം, ഉത്രാടം. അപ്പോൾ മൂലത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 80 വയസ്സാകുമ്പോഴാണ് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശനിദശ. അതുപോലെ പൂരാടത്തിന് 60ാമത്തെ വയസ്സിൽ, ഉത്രാടത്തിന് 57ാമത്തെ വയസ്സിൽ ഇങ്ങനെയാണ് ശനിദശ പോകുന്നത്. അടുത്ത മകരൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ് ഉത്രാടത്തിന്റെ ഒടുവിലത്തെ 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ, അങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഉത്രാടത്തെ നോക്കിക്കഴിഞ്ഞാൽ 55ാമത്തെ വയസ്സിൽ ശനി സ്റ്റാർട്ട് ചെയ്യും, തിരുവോണത്തിന് 45ാമത്തെ വയസ്സിൽ ശനിദശ സ്റ്റാർട്ട് ചെയ്യും, അവിട്ടത്തിന് 37ാമത്തെ വയസ്സിലും. അടുത്ത കുംഭൻ രാശിയാണ്. കുംഭൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. അവിട്ടത്തിന്റെ ഒടുവിലത്തെ 2 പാദം ചതയം, പൂരുരുട്ടാതി ഇങ്ങനെയാണ്. പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദം എന്നിവയാണ് വരുന്നത്. ഇവിടെ അവിട്ടത്തിന് നോക്കിക്കഴിഞ്ഞാൽ 37ാമത്തെ വയസ്സിൽ ശനി സ്റ്റാർട്ട് ചെയ്യും, ചതയത്തിന് 30ാമത്തെ വയസ്സിലും, പൂരുരുട്ടാതിക്ക് 12ാമത്തെ വയസ്സിലും ശനി സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ അടുത്തത് ഇനി മീനൻ രാശിയെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പൂരുരുട്ടാതിയുടെ ഒടുവിലത്തെ ഒരു പാദം, ഉത്തിട്ടാതി, രേവതി എങ്ങനെയാണ്. അപ്പൊ ഇവിടെ പൂരുരുട്ടാതിക്ക് 12ാമത്തെ വയസ്സിൽ ശനി സ്റ്റാർട്ട് ചെയ്യും. ഉത്തിട്ടാതിക്ക് നോക്കിക്കഴിഞ്ഞാൽ 1ാമത്തെ വയസ്സിൽ കൊച്ചിലെ തന്നെ ശനി സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മളെ പൂയനാളിനെ പറ്റി പറഞ്ഞിരുന്നു. 1ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഉത്തിരട്ടാതിക്ക് ഇവിടെ 1ാമത്തെ വയസ്സിൽ ശനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ രേവതിക്ക് നോക്കിക്കഴിഞ്ഞാൽ ശനി ഇല്ല, അതായത് ശനി ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ 2 നാളിനെ ഇവിടെ പരാമർശിച്ചിരുന്നു ശനി ലേറ്റായിട്ട് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ശനിയുടെ ആയിട്ടുള്ള ഇത് വരുന്നില്ല. അപ്പോൾ ശനിയുടെ ആയിട്ടുള്ള ഇവിടെ ഇത് കഴിയുകയാണ്. ഇതേമാതിരി നമ്മൾ ഇന്നും വ്യാഴത്തിന്റെ ആയിട്ടുള്ള ഒരു പുതിയ നല്ലൊരു വീഡിയോ കൊണ്ടുവരുന്നത്. ഈ ഒരു ശനിയുടെ പാറ്റേണിൽ തന്നെ വ്യാഴദശ വന്നു കഴിഞ്ഞാൽ ഒരു 15 ആൾക്കാർക്ക് കൊള്ളത്തുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് അത് അത്ര നല്ലതല്ല. വ്യാഴദശ പലരും പറയാൻ നല്ല സമ്പത്ത് കൊണ്ടുവരും, ഐശ്വര്യം കൊണ്ടുവരും, പക്ഷെ 15 നാളുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് എഴുതിയിട്ട് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രഡിക്ഷൻ വേണമെന്ന് രീതിയിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടൊരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് വിടാം. അതേമാതിരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഹൈപ്പ് ചെയ്യാം. അഥവാ ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് ഫർദർ മോഡിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്.